ഹലോ കൂട്ടുകാരെ, എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ 4ാം ചാപ്റ്ററായ വൈ ക്ലാസിഫിക്കേഷൻ എന്ന പാഠത്തെ ബന്ധപ്പെടുത്തിയാണ്. ഓക്കെ, നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് സയന്റിഫിക്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ടാക്സോണമി ഹൈറാർക്കി. ഓക്കെ, മെയിനായിട്ട് 5 പേരാണുള്ളത്. അരിസ്റ്റോട്ടിൽ, ദ ഫാദർ ഓഫ് ബയോളജി, ഹി ക്ലാസിഫൈഡ് ഓർ ഓർഗാനിസം as those with red blood cells and those without red blood cells. BC ഇയാളുടെ കാലഘട്ടം BC 384 to 322 ആണ്. തിയോഫ്രാസ്റ്റസ്, ഗ്രീക്കുകാരനാണ് അദ്ദേഹം. ദ ഫാദർ ഓഫ് ബോട്ടണി, ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻ ആൻഡ് ബെനിഷ്യൽസ് ആൻഡ് പ്രിമൽസ്. അടുത്ത് ഇന്ത്യക്കാരൻ ചരകൻ, AD 1st സെഞ്ചുറിയിലാണ് ആള് ജീവിച്ചിരുന്നത്. ഓക്കെ, the father of Ayurveda, he wrote the Trishcharaka Samhita by including in it around 200 plants and animals. അടുത്ത് ജോൺ റോയ്, ഇംഗ്ലണ്ടുകാരനായ ജോൺ റോയിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. recorded more than 18,000 plants in the book Historia Generalis Plantarum. Used the term of species for the first time. AD 1629 to 1705. കോൾസ് ലിനൈൻസ്, സ്വീഡൻകാരനായ കോൾസ് ലിനൈൻസ്, the father of modern taxonomy, suggested the taxonomy hierarchy, propagated binomial nomenclature and the scientific naming of method for the organisms. ആള് ജീവിച്ചിരുന്ന കാലം AD 1707 to 1778. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻസ്. സ്പീഷ്യസ് ഇവിടെ കാണാം, അടിയിൽ നിന്ന് വായിച്ചിറങ്ങുന്നത്. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അടുത്തത് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാറ്റ്. സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ്, ജീനസ് ഫെലിസ്, ഫാമിലി ഫെലിഡേ, ഓർഡർ കാർണിവോറ, ക്ലാസ് മമേലിയ, ഫൈലം കോഡാറ്റ, കിങ്ഡം അനിമേലിയ. അടുത്തത് ടാക്സോണമി ഹൈറാർക്കി ഓഫ് ദ പ്ലാന്റ്സ്. കോക്കനട്ട് ട്രീയും മാംഗോ ട്രീയാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. നമുക്ക് ആദ്യം കോക്കനട്ട് ട്രീയെ കുറിച്ച് ചർച്ച ചെയ്യാം. സ്പീഷ്യസ് ന്യൂക്കിഫിറ, ജീനസ് കുക്കൂസ്, ഫാമിലി അരേക്കസിയെ, സീരീസ് കാൽസിനെ, ക്ലാസ് മോണോകോട്ടിലിഡന്, ഫൈലം അങ്കിയോസ്പെർമാറ്റ, കിങ്ഡം പ്ലാന്റ്. കോക്കനെ പഠിച്ചതിനാൽ തന്നെ മാംഗീസിയാണ്. സ്പീഷ്യസ് ഇൻഡിക, ജീനസ് മാംഗിഫിറ, ഫാമിലി അനാകാർഡിയേസിയെ, സീരീസ് സാപ്പിലിഡേസ്, ക്ലാസ് ഡൈക്കോട്ടിലിഡന്, ഫൈലം അങ്കിയോസ്പെർമാറ്റ, കിങ്ഡം പ്ലാന്റ് തന്നെയാണ്. ഓക്കെ, അടുത്തത് ബൈനോമിയൽ നോമെൻക്ലേച്ചർ. നമുക്ക് ബൈനോമെൻക്ലേച്ചർ എന്താണ് അതിന്റെ പ്രവർത്തനം നോക്കാം. It is a scientific method of the naming of joining two words. It is propagated by consonants. The first word indicates the genus and second word indicates the species. Example, scientific name of human beings, Homo sapiens ആണ് മനുഷ്യന്റെ സയന്റിഫിക് നെയിം. സ്ക്രീനിലേക്ക് പോകാം. കാറ്റിന്റെ സയന്റിഫിക് നെയിം എന്ന് നോക്കാം. ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നാണ് കാറ്റിന്റെ സയന്റിഫിക് നെയിം. ഓക്കെ, അടുത്തത് കുറച്ച് ഓർഗാനിസം അതിന്റെ സയന്റിഫിക് നെയിംസ് അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. എലിഫന്റ് ലോക്സാണ്ട ആഫ്രിക്കാന, പീകോക്ക് പാവിയോ ക്രിസ്റ്റസ്, ഡോഗ് കാരിസ് ലൂപ്പിയസ് ഫാമിലീസ്, ഹിബിസ്കസ് റോസ സിനിസിസ്, നീം ആസാഡ്രിറ്റ ഇൻഡിക്ക, പാഡി ഓസ സ്റ്റാവിയ, ഗോൾഡൻ ഷവർ കേസിയ ഫിസ്റ്റുല, ക്രോപ്പ് സാപ്പിലൻസ്. ഓക്കെ, അത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ introduced by Robert H. Whittaker. Next,
5 കിങ്ഡംസ് നോക്കാം. ഇതിനെ കൊടുത്തിരിക്കുന്നത് 5 കിങ്ഡങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അനിമൽസും അതിന്റെ പെക്യുലാരിറ്റീസും. ഓക്കെ, നമുക്ക് ആദ്യം കിങ്ഡം നോക്കാം, പിന്നെ അതിൽ പെട്ടിരിക്കുന്ന ഓർഗൻസ് നോക്കാം, അതിന്റെ പെക്യുലാരിറ്റി നോക്കാം. ഓക്കെ, ഫസ്റ്റ് മൊണേറ, ബാക്ടീരിയയിൽ പെട്ടിരിക്കുന്നത് യൂണിസെല്ലുലാർ ഓർഗൻസ് വിത്തൗട്ട് ന്യൂക്ലിയസ്, ന്യൂക്ലിയസ് ഇല്ലാതെയാണ് ബാക്ടീരിയ. ഓക്കെ, അടുത്ത പ്രോട്ടിസ്റ്റ, അമീബ. അമീബത്തിന്റെ പ്രത്യേകത യൂണിസെല്ലുലാർ ഓർഗൻസ് തന്നെയാണ്, പക്ഷെ വിത്ത് ന്യൂക്ലിയസ് ഉണ്ട് അതിന്. ഓക്കെ, ഫംഗിസ്, മഷ്റൂംസ്, നോൺ മോൾട്ടൈലോഡ്, ഹെറ്ററോട്രോഫിക് ആണ്, ഹെറ്ററോട്രോഫിക് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. പ്ലാന്റ്സ് ഓട്ടോട്രോഫിക് ആണ്, മൾട്ടിസെല്ലുലാർ ആണ്, നോൺ മോൾട്ടൈലർ ഓർഗൻസ് ആണ്. അനിമേലിയ, അനിമൽസ് ഹെറ്ററോട്രോപിക്സ് ആണ്, മൾട്ടിസെല്ലുലാർ ഓർഗൻസ് ആണ്, ദാറ്റ് ഹാസ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ. അനിമൽ തന്നെ നീങ്ങാൻ പറ്റും, അതാണ് ലോക്കോമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പഗേറ്റഡ് ബൈ കോൾസ്വൂസ്. ഫസ്റ്റ് നോക്കാം, ഡൊമൈൻ ബാക്ടീരിയ, കിങ്ഡം ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ, കിങ്ഡം ആർക്കിയ. അടുത്തത് കുറച്ച് വ്യത്യാസമുണ്ട്. ഡൊമൈൻ യൂക്കാരിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗിയ ആൻഡ് പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് കാണാം. ഓക്കെ, ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് നോക്കാം. സ്പീഷ്യസ് ഹോമോ സാപ്പിയൻസ്, ജീനസ് ഹോമോ, ഫാമിലി ഹോമിനിഡേ, ഓർഡർ പ്രിമാറ്റ്സ്, കോൾസ് മമേലിയ, ഫൈലം കോർഡാറ്റ, കിങ്ഡം അനിമേലിയ, ഡൊമൈൻ യൂക്കാരിയ. നെക്സ്റ്റ് സ്ലൈഡ് കാണാം. ഓക്കെ, ഇനി വൈറസിനെ കുറിച്ച് നോക്കുന്നത്. ഇവിടെ വൈറസിന്റെ പടം കൊടുത്തിട്ടുണ്ട്. നല്ല സ്ഥലല്ലേ വൈറസിനെ കാണാൻ. ഓക്കെ, A cellular organism cannot be destroyed easily. വൈറസിനെ ഒരിക്കലും പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ല. ഓക്കെ, ക്യാൻ ഓൺലി ലീവ് ഇൻസൈഡ് ലീവ് സെൽ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെല്ലിന്റെ ഉള്ളിലാണ് ഈ വൈറസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, മൾട്ടി റാപ്പിഡ്ലി ആൻഡ് ഡിസ്ട്രോയ് ദാറ്റ് സെൽ. ഈ വൈറസ് ശരീരത്തിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും, എന്നിട്ട് ആ സെല്ലിനെ മുഴുവൻ നശിപ്പിക്കും. ഓക്കെ, അടുത്ത പാത്തജൻസ് കോൾസ് ഓർഗാനിസംസ് ഓഫ് മെനി ഡിഫറെന്റ് ഡിസീസസ്.